ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് എണീച്ചിട്ടോ. കാരണം ചേട്ടൻ വെളുപ്പിന് പോയതുകൊണ്ട് തന്നെ ചായേൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മോക്കും വേണ്ട ചായക്കടി മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇന്നലെ പൊറോട്ട മേടിച്ചുകൊണ്ട് ഞാൻ ആ പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചു. മോക്ക് വേണ്ടി 2 ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് ചപ്പാത്തീൻ്റെ അകത്ത് ചോക്ലേറ്റിൻ്റെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ റോൾ ചെയ്ത് കൊടുത്ത് അവൾ തന്നെ ഇരുന്ന് കഴിച്ചോളും. വേറെ എന്തെങ്കിലും കടിയാണെങ്കിൽ ഞാൻ തന്നെ വാരി കൊടുക്കണം. പിന്നെ ഇന്ന് എനിക്ക് കുറച്ച് ബാങ്കിലും പിന്നെ അക്ഷയയിലൊക്കെ പോകാനുള്ളതുകൊണ്ട് രാവിലെ തന്നെ എല്ലാ പണിയും കഴിക്കാമെന്ന് വിചാരിച്ചു. മത്തനും മുരിങ്ങയും പിന്നെ പരിപ്പും കൂടിയുള്ള ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പരിപ്പ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചായിരുന്നു. അതിൻ്റെ അകത്തേക്ക് മത്തനും മുരിങ്ങയും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടിച്ച് വെച്ച് വേവിച്ചു. പിന്നെ ദേ നമ്മളെ തേങ്ങ ചെരുകി അരപ്പിനുള്ള അതിനകത്തും കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചെറിയുള്ളി അത്തോണ്ട് സവാള ഇട്ടത്. നമ്മൾ സംഭവമൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചട്ടിയിലാണ് പച്ചക്കറി വെക്കാറ്, മീൻകറി ചട്ടി തന്നെ വെക്കാറ്. പക്ഷെ രണ്ടിനും വേറെ വേറെ ചട്ടി നോളൂ കേട്ടോ. പിന്നെ തേങ്ങ അരപ്പൊക്കെ അതിനകത്ത് ചേർത്തു. ഇനി ഇതൊന്നും തിളയ്ക്കട്ടെ. അപ്പോഴേക്കും ഫ്രിഡ്ജിലിരുന്ന പൊറോട്ടയൊക്കെ എടുത്ത് ഞാനിത് ചൂടാക്കാമെന്ന് വിചാരിച്ചു. പിച്ചി ഇട്ട് കളഞ്ഞു, കാരണം ചില പെട്ടെന്ന് കഴിക്കാമല്ലോ. പിന്നെ ഇന്നലെ ആദ്യം ചിക്കൻ ഉണ്ടായിരുന്നു. എൻ്റെ ചിക്കൻ ഇടില്ല, കുറച്ച് ഗ്രേവി മാത്രം എടുത്ത് ഇങ്ങനെ ഇതാക്കിയെടുത്തു. പിന്നെ എണീക്കുന്നതിന് മുന്നേ അവൾക്കുള്ള ഫുഡും കൂടി ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ചപ്പാത്തിൻ്റെ അകത്ത് ചോക്ലേറ്റൊക്കെ തേച്ച് റോൾ ചെയ്തെടുത്ത് വെച്ചു. അപ്പോൾ പിന്നെ തിരക്കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇത് അമരക്കത്തോരനാണ്. ഇതിൻ്റെ പേര് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ അടുത്താണ് ഇതിൻ്റെ പേര് കിട്ടിയത്. പിന്നെ പപ്പടം കൂടിയും കാച്ചി വെച്ചു. പിന്നെ ചിക്കൻ ഇന്നലത്തെ ഉള്ളതുകൊണ്ട് അത് ചൂടാക്കിയാൽ മതി. പിന്നെ നമ്മുടെ കറിയിൽ വറവിട്ടിട്ട് ഇന്ന് മീനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കറിയിൽ വറവിടും കൂടി ചെയ്തപ്പോൾ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചക്കത്തേക്ക് രാവിലത്തേക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നത് വെച്ചിട്ട് അവൾ ഇപ്പോൾ എണീച്ചില്ല. ഇനി അവൾ എണീപ്പിച്ച് കുളിപ്പിച്ച് അംഗൻവാടിയിലൊക്കെ പറഞ്ഞിട്ട് വേണം എനിക്ക് അക്ഷയിലും ബാങ്കിലൊക്കെ പോകാം. അപ്പോൾ ഇത് അപ്പോൾ ഞാൻ ചായ കുടിച്ചു. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കറിക്ക് സെപ്പറേറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ കുട്ടിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്നിട്ട് ഇത്രയേ ഉള്ളൂ.